എല്ലാ വർഷത്തെ വിഷുവിൻ്റെ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. അതായത് എൻ്റെ മിക്ക ബർത്ത്ഡേയുടെ അന്നും വിഷു ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് മലയാളികൾ എല്ലാവരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത്. പക്ഷെ എൻ്റെ കഥയിൽ ഈ പടക്കം പൊട്ടിക്കലൊന്നുമില്ല. സാധാരണ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേ ആയിരിക്കും എൻ്റെ ബർത്ത്ഡേ. പക്ഷെ ഇപ്രാവശ്യം വീട്ടിലെ മിക്ക അംഗങ്ങളും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഞാനും ഡാഡിയും മാത്രമുള്ളൊരു ചെറിയ ബർത്ത്ഡേ ആണ് എൻ്റെ 21st ബർത്ത്ഡേ. പ്രായം കൂടുന്നവരും വീട്ടുകാരൊഴികെ ബാക്കി എല്ലാവരും നമ്മുടെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ അങ്ങ് മറന്നു പോകുമെന്നുള്ള തിരിച്ചറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ തേടി ആ കോളിംഗ് ബെൽ വന്നത്. ചെറുപ്പം മുതലുള്ള എൻ്റെ എല്ലാ വേലത്തരങ്ങളും അറിയുന്ന എൻ്റെ പ്രിയ സുഹൃത്തായ ഹെലൻ ഡയറി മിൽക്ക് കൊറിയയുമായി വന്നിരിക്കുന്നു. അതിനു പുറകെ സ്നേഹനിധിയായ അയൽവക്കക്കാരുടെ വക വിഷു വിഭവങ്ങളായി, 3 കൂട്ടം പായസമായി, സദ്യയായി, കുശാലായി. വൈകുന്നേരം നല്ലൊരു മഴയും കൂടി പെയ്തപ്പോൾ ഒരു സിനിമ കാണാനുള്ള മൂഡിൽ ഞാനും ഡാഡിയും കൂടി സിനിമയ്ക്ക് പോയി. തിരക്കുകളെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞതുകൊണ്ട് ഡാഡിക്ക് എമ്പുരാൻ കാണാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത്. പക്ഷെ എനിക്ക് എമ്പുരാൻ കാണണ്ട, കാര്യം ഞാൻ ലൂസിഫർ കണ്ടിട്ടില്ല. ചിരിക്കൊന്നും വേണ്ട, ലൂസിഫർ കാണാത്തൊരു കൂട്ടുകാരനോ കൂട്ടുകാരി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അയാൾക്ക് വീഡിയോ വെച്ച് കൊടുത്തിട്ട് പറ, യു ആർ നോട്ട് അലോൺ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഒറ്റയ്ക്ക് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന എക്സ്ട്രോവേർട്ടായി ഞാൻ കാണാൻ പോയത് നമ്മുടെ പിള്ളേരുടെ പടമാണ്. നിങ്ങൾ ഇതുവരെ തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് എ റിമൈൻഡർ ദാറ്റ് പ്ലീസ് ഗോ വാച്ച് എ മൂവി അലോൺ ഇൻ തിയേറ്റർ. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും. ഇപ്പം നല്ല സേഫൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, എൻ്റെ വാക്കാണ്. ഈ വീഡിയോ എന്നാണോ നിങ്ങളുടെ ഫീഡിൽ വന്നത് അന്ന് ബർത്ത്ഡേയുടെ ഒരാൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയണം.